all, welcome back. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്പെഷ്യലൈസ്ഡ് ട്രാൻസ്ഡക്ഷൻ ആണ്. സ്പെഷ്യലൈസ്ഡ് ട്രാൻസ്ഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു സ്പെസിഫിക് ആയിട്ടുള്ള സ്പെഷ്യൽ ജീൻസ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ട്രാൻസ്ഫർ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. സ്പെസിഫിക് ജീൻസോ അല്ലെങ്കിൽ സ്പെസിഫിക് പാർട്ട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ട്രാൻസ്ഫർ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. ഇത് ചെയ്യുന്നത് ആരാണ്? നമ്മൾ പറഞ്ഞു ഒരു ബാക്ടീരിയയിൽ നിന്ന് മറ്റൊരു ബാക്ടീരിയയിലേക്ക് DNA ട്രാൻസ്ഫർ ചെയ്യുക. എന്തിൻ്റെ വഴി? ആര് വഴി? ബാക്ടീരിയോഫേജ്, അതായത് ഏജൻ്റ് ആയിട്ടുള്ള ബാക്ടീരിയോഫേജ് വഴി ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് നമ്മൾ ട്രാൻസ്ഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ലൈസോജനിക് ഫേജസ് ആണ് എന്ത് ചെയ്യുന്നത്, സ്പെഷ്യലൈസ്ഡ് ട്രാൻസ്ഡക്ഷൻ അല്ലെങ്കിൽ റെസ്ട്രിക്റ്റഡ് ട്രാൻസ്ഡക്ഷൻ ചെയ്യുന്നത് ആരാണ്? ലൈസോജനിക് ഫേജസ് ആണ്. അപ്പോൾ ഇവിടെ ലൈസോജനിക് സൈക്കിളാണ് നടക്കുന്നുണ്ടാവുക ആ ഫേജസിൽ. ലൈസോജനിക് സൈക്കിൾ നമ്മൾ പറഞ്ഞു, ആ ഒരു ബാക്ടീരിയ സെല്ലിനെ ഇൻഫെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബാക്ടീരിയേൻ്റെ DNA ആയിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് പ്രോഫേജ് ആയിട്ട് നിൽക്കും എന്ത്, നമ്മുടെ വൈറൽ DNA എന്ന് പറയുന്നത്. പ്രോഫേജ് എന്ന് പറയുന്നത് ഒരു ഹൈബ്രിഡ് DNA ആണ്. ബാക്ടീരിയേൻ്റെ DNAയും വൈറസിൻ്റെ DNAയും കൂടി ചേർന്നിട്ട് പ്രോഫേജ് ആയിട്ട് നിൽക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു ഇത് എന്നിട്ട് റിപ്പീറ്റഡ് ആയിട്ട് റെപ്ലിക്കേഷൻ നടന്നുകൊണ്ടിരിക്കും. ബാക്ടീരിയൽ ക്രോമസോം റെപ്ലിക്കേറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഈ വൈറൽ DNAയും അതിനോടൊപ്പം തന്നെ റെപ്ലിക്കേറ്റഡ് ആയിട്ട് പോകുന്നുണ്ട്. എന്നിട്ട് എന്തെങ്കിലും ഒരു ഇൻഡക്ഷനോ കാര്യങ്ങളോ നടക്കുക, അതായത് എന്തെങ്കിലും കെമിക്കൽസിൻ്റെ പ്രസൻസ് അല്ലാന്നുണ്ടെങ്കിൽ UV റേസ് അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഫാക്ടർ കാരണം അവിടെ ഒരു ഇൻഡക്ഷൻ സംഭവിക്കുകയാണ്. ആ സമയത്ത് ഈ ബാക്ടീരിയേൻ്റെ DNAയും ഈ പ്രോഫേജിൽ നിന്ന് ബാക്ടീരിയേൻ്റെ DNAയും വൈറസിൻ്റെ DNAയും എന്ത് സംഭവിക്കും, രണ്ടും സെപ്പറേറ്റഡ് ആയിട്ട് മാറും. ഇങ്ങനെ സെപ്പറേറ്റഡ് ആയിട്ട് മാറുന്ന സമയത്ത് ഇത് അറ്റാച്ച് ചെയ്ത ഒരു പോയിന്റ് ഉണ്ട്, അറ്റാച്ച്മെന്റ് സൈറ്റ്. അത് ക്ലീവ് ചെയ്യുന്ന സമയത്ത് ചില സമയങ്ങളിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ആ അറ്റാച്ച് ചെയ്ത സ്ഥലത്തിനേക്കാൾ ആ അറ്റാച്ച് ചെയ്ത സ്ഥലത്ത് നിന്ന് തന്നെ ക്ലീവ് ആയിക്കോളുന്നില്ല, അതിൻ്റെ കുറച്ച് അടുത്തു നിന്നായിരിക്കും ക്ലീവ് ആയിട്ട് പോയിട്ടുണ്ടാവുക, മുറിഞ്ഞു പോയിട്ടുണ്ടാവുക. അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ വൈറൽ DNAയിൽ ബാക്ടീരിയൽ DNAൻ്റെ ചെറിയ പോർഷനും ബാക്ടീരിയൽ DNAയിൽ വൈറൽ DNAൻ്റെ ചെറിയ പോർഷനും പെട്ടുപോവാറുണ്ട്. അതൊരു എററായിട്ടാണ് വരുന്നത്. എററായിട്ട് ചില സമയങ്ങളിൽ അങ്ങനെ സംഭവിക്കും. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഈ അറ്റാച്ച്മെൻറ്റ് സൈറ്റിൽ നമ്മൾ പറഞ്ഞു ഈ ഫേജ് DNAയിൽ നമ്മുടെ ബാക്ടീരിയേൻ്റെ DNAൻ്റെ ഒരു പോർഷനും ബാക്ടീരിയൻ DNAയിൽ ഫേജിൻ്റെ ഒരു പോർഷനും കിടക്കും. ഈ ഫേജ് DNAയിൽ നമ്മുടെ ബാക്ടീരിയേൻ്റെ DNA ഉള്ള ആ ഒരു ഫേജ് DNAനെ പറയുന്ന പേരാണ് സ്പെഷ്യലൈസ്ഡ് ട്രാൻസ്ഡ്യൂസിങ് പാർട്ടിക്കിൾ എന്ന്. സ്പെഷ്യലൈസ്ഡ് ട്രാൻസ്ഡ്യൂസിങ് പാർട്ടിക്കിൾ എന്നാണ് ആ ഒരു ഫേജ് DNAനെ പറയുന്നത്. നമ്മുടെ ബാക്ടീരിയൽ DNA പീസ് പെട്ട ആ ഒരു ഫേജിനെ പറയുന്ന പേരാണ് എന്ത്, സ്പെഷ്യലൈസ്ഡ് ട്രാൻസ്ഡ്യൂസിങ് പാർട്ടിക്കിൾ എന്ന്. ഇതെന്ത് ചെയ്യും, ഇതെന്താന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ആ ഒരു ചെറിയൊരു പോർഷൻ, ആ ലിങ്ക് ചെയ്ത ആ ഒരു സ്ഥലത്തിൻ്റെ തൊട്ടടുത്തുള്ള ചെറിയൊരു ഭാഗം DNA മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഈ പാർട്ടിക്കിൾ ക്യാരി ചെയ്യുന്നത്. അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കുക എന്ത്, സ്പെഷ്യലൈസ്ഡ് ട്രാൻസ്ഡക്ഷനിൽ എന്തുകൊണ്ടാണ് ചെറിയൊരു പോർഷൻ എന്ന് പറഞ്ഞതെന്ന് മനസ്സിലായില്ലേ. അത് ക്ലീവ് ചെയ്യുന്നത് എവിടെയാണ്, ആ ഒരു ചെറിയൊരു പോർഷൻ മാറിയിട്ടാണ് ക്ലീവ് ചെയ്യുന്നത്. ആ ലിങ്ക് ചെയ്തതിൻ്റെ കുറച്ച് അടുത്ത് നിന്നാണ് എന്ത് ചെയ്യുന്നത്, കട്ടായി പോകുന്നത്. അതുകൊണ്ട് ഒരു ചെറിയ പോർഷൻ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ പ്രോഫേജിന് മറ്റൊരു ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഈ സ്പെഷ്യലൈസ്ഡ് ട്രാൻസ്ഡ്യൂസിങ് പാർട്ടിക്കിൾ നമ്മുടെ ഹോസ്റ്റ് ബാക്ടീരിയത്തിൽ നിന്ന് ലൈസിസ് സംഭവിച്ചിട്ട് പുറത്തേക്ക് വരും. അപ്പോൾ ഇപ്പം ഉണ്ടായിട്ടുള്ള ഫേജസിൻ്റെ ഒരു പ്രത്യേകത എന്താണ്, ആ ഫേജസിന് എന്തുണ്ട്, നമ്മുടെ ഹോസ്റ്റിൻ്റെ പഴയ ഹോസ്റ്റ് ബാക്ടീരിയേൻ്റെ ഒരു ചെറിയൊരു പോർഷൻ ജീന് കിട്ടിയിട്ടുണ്ട്. അങ്ങനത്തെ ബാക്ടീരിയോഫേജസ് ആണ് ഇനിയുള്ളത്. അത് നമ്മൾ പറഞ്ഞു, അതിനെ പറയുന്ന പേരാണെന്ത്, പ്രൈമറി അൺസ്റ്റേബിൾ ട്രാൻസ്ഡക്റ്റൻ്റ് എന്ന് പറയുന്നത് അതിനെയാണ്. ഇനി ഇത് മറ്റൊരു ബാക്ടീരിയത്തിനെ ഇൻഫെക്റ്റ് ചെയ്യാന്ന് വയ്ക്കുക, പുതിയൊരു ബാക്ടീരിയനെ ഇൻഫെക്റ്റ് ചെയ്യുമ്പോൾ അതെന്തായി മാറും, ട്രാൻസ്ഡ്യൂസ്ഡ് ആയിട്ട് മാറും. അങ്ങനെ വരുന്ന ബാക്ടീരിയത്തിനെ നമ്മൾ ട്രാൻസ്ഡക്റ്റൻ്റ് എന്നാണ് പറയുക. ഈ ട്രാൻസ്ഡ്യൂസിങ് പാർട്ടിക്കിൾ
ഈ ട്രാൻസ്ഡക്റ്റനിൽ ട്രാൻസ്ഡ്യൂസിങ് പാർട്ടിക്കിളിനെ ജനറൽ ആയിട്ട് നമ്മൾ പ്രൈമറി അൺസ്റ്റേബിൾ ട്രാൻസ്ഡക്റ്റന്റ് എന്നാണ് പറയാറ്. ഇത് അൺസ്റ്റേബിൾ ആവാൻ കാരണം എന്താണ്? ഇതിൽ നമ്മുടെ ഫേജിന്റെ DNA കൂടി ഉണ്ട്. അതെന്ത് സംഭവിക്കണം? ഇൻഡക്ഷൻ കാരണം അത് കട്ടായിട്ട് പോകണം. അത് വീണ്ടും എക്സസൈസ്ഡ് ആവാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ഈ ഫേജ് DNA പിന്നീട് റിപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? അത് ഇൻകംപ്ലീറ്റ് ആയതുകൊണ്ട് അതിന് പിന്നീട് റെപ്ലിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. എന്നാൽ നമ്മുടെ ബാക്ടീരിയൻ്റെ DNA എന്ത് സംഭവിക്കും? ബാക്ടീരിയൻ്റെ DNA നമ്മൾ ഹോസ്റ്റ് ക്രോമസോമുമായിട്ട് റീകോമ്പിനേഷൻ നടന്നിട്ട് ആ ഒരു ചെറിയൊരു പോർഷൻ ഓഫ് ജീന് ആ ഹോസ്റ്റിലേക്ക്, പുതിയ ഹോസ്റ്റിലേക്ക് എത്തും. അതിന് നമ്മൾ പറയുന്നത്, എന്നിട്ട് അതെന്ത് പ്രൊഡ്യൂസ് ചെയ്യും? സെക്കൻഡറി സ്റ്റേബിൾ ട്രാൻസ്ഡക്റ്റന്റ് പ്രൊഡ്യൂസ് ചെയ്യും. അതിലെന്തുണ്ടായിരിക്കില്ല? നമ്മുടെ എക്സോജീനോട്ട് ഉണ്ടായിരിക്കില്ല. എക്സോജീനോട്ട് എന്ന് പറഞ്ഞാൽ ഡോണർ ആറ്റത്തിൻ്റെ ഇത് ഉണ്ടായിരിക്കില്ല. ഓക്കെ, ഇതിപ്പോൾ അത്രയും കൺഫ്യൂസിങ് ആയിട്ട് പറയണമെന്നില്ല. ജസ്റ്റ് എന്ത് പറയാം, നമ്മുടെ ബാക്ടീരിയേനെ ഇൻഫെക്റ്റ് ചെയ്യുന്നു. നമ്മുടെ ബാക്ടീരിയോഫേജ് ഇൻഫെക്റ്റ് ചെയ്യുന്നു. അതെന്ത് സംഭവിക്കുന്നു? അത് പ്രോഫേജ് സ്റ്റേജിലേക്ക് മാറുന്നു. ഈ പ്രോഫേജ് സ്റ്റേജ് എന്തെങ്കിലും ഇൻഡക്ഷൻ വഴി എന്ത് സംഭവിക്കുന്നു? പ്രോഫേജ് എന്തെങ്കിലും ഇൻഡക്ഷൻ വഴി ക്ലീവേജ് സംഭവിക്കുന്നു. ക്ലീവേജ് സംഭവിക്കുമ്പോൾ ഈ ബാക്ടീരിയോഫേജിൻ്റെ ഫേജിൻ്റെ DNA നമ്മുടെ ബാക്ടീരിയയുടെ ജീനോം എന്ത് ചെയ്യാണ്? പെട്ടുപോവുകയാണ്. അതുപോലെ തന്നെ ബാക്ടീരിയയിൽ വൈറസിൻ്റെ ജീനോമും പെട്ടുപോകുന്നുണ്ട്, ജീനിൻ്റെ ചെറിയൊരു പോർഷൻ. ഓക്കെ, പിന്നീട് ഉണ്ടാവുന്ന ബാക്ടീരിയൽ ഫേജസിൽ എന്താണ്? പിന്നീട് ഉണ്ടാകുന്ന ഫേജസിൽ ഈ ഒരു ബാക്ടീരിയേൻ്റെ ചെറിയ പോർഷൻ ജീന് കാണും. അതെന്ത് ചെയ്യും? നമ്മുടെ അടുത്ത ഹോസ്റ്റിലേക്ക് ട്രാൻസ്ഫർ ആയിട്ട് മാറും. അതാണ് എന്ത്? സ്പെഷ്യലൈസ്ഡ് ട്രാൻസ്ഡക്ഷൻ. സ്പെഷ്യലൈസ്ഡ് എന്ന് പറയാനുള്ള കാരണം മനസ്സിലായല്ലോ. ജസ്റ്റ് ആ ഒരു ക്ലീവേജിൻ്റെ അടുത്തുള്ള ഒരു സ്മോൾ പോർഷൻ ഓഫ് ജീന് മാത്രമാണ് എന്ത്? ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ അത്രയാണ് എന്ത്? സ്പെഷ്യലൈസ്ഡ് ട്രാൻസ്ഡക്ഷൻ അല്ലെങ്കിൽ റെസ്ട്രിക്റ്റഡ് ട്രാൻസ്ഡക്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം. എന്തെങ്കിലും കൺഫ്യൂഷൻ കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.